നമ്മൾ തൊഴിൽ എന്ന ഒരു പദം ലേബർ പരിചയപ്പെട്ട് വരുന്നതും അതിനെക്കുറിച്ചുള്ള പല ചിന്താ പദ്ധതികളും വെച്ച് ചർച്ച ചെയ്യുമ്പോഴും കാൾ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എപ്പോഴും മുന്നോട്ട് വരും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച് ഏറ്റവും രസകരമായിട്ടുള്ള രണ്ട് ആലോചനകൾ നടത്തിയിട്ടുള്ള രണ്ടുപേരെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. അതായത് ഒന്ന് ഉംബർട്ടോ എക്കോ ആണ്. ഉംബർട്ടോ എക്കോ ആ സീമിയോട്ടിക്സ്, അതിലെ വാക്കുകളല്ല, അതിൻ്റെ വാക്കുകളേക്കാൾ ഉപരി അതിൻ്റെ സീമിയോട്ടിക്സ് ആണ്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സീമിയോട്ടിക്സ് ആണ് ഒരു നവോത്ഥാനത്തിന് വലിയ മാറ്റത്തിന് കാരണമായത് എന്ന് പറയുന്നുണ്ട് ഒരു ലേഖനത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നമുക്ക് യാനിസ് വെറോഫാക്കിസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു പുതിയ പതിപ്പിന് അവതാരിക എഴുതിയിട്ടുണ്ട്, പുതിയൊരു ട്രാൻസ്ലേഷൻ അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൽ വെറോഫാക്കിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വളരെ നമ്മുടെ പുതിയ കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതിൽ അദ്ദേഹം പ്രത്യാശ അർപ്പിക്കുന്നത് കൂടുതൽ റോബോട്ടുകൾ വരട്ടെ, കൂടുതൽ സോളാർ പാനൽസ് വരട്ടെ, കൂടുതൽ ഇൻസ്റ്റൻ്റായ കമ്മ്യൂണിക്കേഷൻസ് വരട്ടെ, കൂടുതൽ ഗ്രീൻ ട്രാൻസ്പോർട്ട് റവല്യൂഷൻ ഉണ്ടാവട്ടെ. അങ്ങനെയാകുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കുറച്ചും കൂടെ ക്രിയാത്മകവും നമുക്ക് ആവശ്യമുള്ളതായിട്ട് മാറുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം അതിനകത്ത് സൂചിപ്പിക്കുന്ന സംഗതി ആദ്യം പറഞ്ഞത്, അതിൻ്റെ രണ്ടുപേരും പറയുന്നത് ഒരു ഫ്യൂച്ചർ പോയറ്റിക് ലാംഗ്വേജിലുള്ള പ്രെഡിക്റ്റീവ് ടെസ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നാണ്. അപ്പോൾ ഫ്യൂച്ചർ പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ചാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഭാവി പ്രവചിക്കാൻ കഴിയുന്ന കാവ്യാത്മകമായ ഭാഷ. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് സീമിയോട്ടിക്സും ഇതും കൂടി ബന്ധപ്പെടുത്തുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വെറോഫാക്കിസിൻ്റെ അദ്ദേഹം ഒരു ഈ കാലത്തെ കണ്ടംപററി ഇക്കണോമിസ്റ്റ് കൂടിയാണ്. ഏറ്റവും നമുക്കറിയാവുന്ന പഴയ ഗ്രീക്ക് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മാർക്സത്തിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ ഒരു റീഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു പുതിയ നമ്മൾ പറയുന്ന AI-യിലേക്കും റോബോട്ടിക്സിലേക്കും ഒക്കെ വരുന്ന മാറ്റങ്ങളെ എത്രമാത്രം സംശീകരിക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് സമൂഹവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ച് സംസാരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പം AI-യും ലേബറുമാണ് നമ്മുടെ വിഷയം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ലേബറും അത് വരുത്തുന്ന വലിയ മാറ്റങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത്ഭുതകരമായി എന്ന് തന്നെ പറയാം. കാരണം ഇത്തരം ഒരു വലിയ മാറ്റം ഉണ്ടാകുമ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഒരു എന്താ പറയുക അനുകൂലിച്ചും എതിർത്തും കൊണ്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അകത്ത് പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും ലോകത്താദ്യമായിട്ട് ഇലക്ടറൽ ഇതിൽ കൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെയുള്ളത്. CPIM ഇന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ അഡ്രസ്സ് ചെയ്തു. അതായത് AI കൊണ്ടുവരാൻ പോകുന്ന ലേബർ റവല്യൂഷൻ അല്ലെങ്കിൽ ലേബർ രംഗത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഡിസ്ട്രക്ഷൻസ് അതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ ഇന്നിപ്പം നമ്മൾ ലേബറിനെ പറ്റി പറയുമ്പോൾ അതായത് മാർക്സ് പലതും കണ്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്രോ ഡോളർ ഉണ്ടാക്കുന്ന ഇൻവേഷനെ കുറിച്ച് മാർക്സിന് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള വെർച്വൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, അതുണ്ടാക്കുന്ന സർപ്ലസ് വാല്യൂവിനെ പറ്റി മാർക്സിന് പലപ്പോഴും കാണേണ്ടതില്ല. കാരണം അതില്ലാത്തൊരു കാലത്ത് ഇരുന്ന് പ്രവചനം നടത്തുകയായിരുന്നില്ല അദ്ദേഹം. ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ആ സയൻസിൻ്റെ തിയറിയിൽ കൂടിയാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കാനും പ്രഡിക്റ്റ് ചെയ്യാനും ശ്രമിച്ചത്. ആ പ്രഡിക്ഷൻസിനൊന്നും ഇന്നും നമുക്കൊരു തെറ്റുപറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇക്കോണമിസ്റ്റ് വാരിക ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും എല്ലാ CEO-മാരെയും. കാരണം നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ക്യാപിറ്റലാണ് എന്ന് പറയുന്നത് അതിന് വലിയ തിരുത്തലുകൾ വേണ്ടാത്തൊരു പുസ്തകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ പ്രധാനപ്പെട്ട മാർക്കറ്റിലൊക്കെ സജീവമായി നിന്നിട്ടുള്ള രാജീവ് സുനു എങ്ങനെയാണ് നമ്മുടെ പെട്ടെന്നുണ്ടായ ഈ AI-യുടെ പരിവർത്തനം നമ്മുടെ ലേബർ മാർക്കറ്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഡെഫിനറ്റ്ലി. അപ്പോൾ അത് ഒന്നാമത് ഈ മാർക്സിസ്റ്റ് ദസ് ക്യാപിറ്റലിൻ്റെ കോണ്ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അന്നത്തെ കാലത്ത് ഉള്ള സംഭവവാസങ്ങൾ, അന്നത്തെ കാലത്തുള്ള ആ കോണ്ടെക്സ്റ്റ് മാറി ഇപ്പോൾ വേറെ കോണ്ടെക്സ്റ്റ് ആണ്. ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഒരുപാട് ഇതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ടെക്നോളജി മൂവ്മെൻറ്റും. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ടുള്ള ഇമ്പാക്റ്റ് അത് ഭയങ്കര ഡിസ്റപ്റ്റീവ് ആയിരുന്നു ലേബർ മാർക്കറ്റിൽ. അപ്പം കമൽ പറഞ്ഞ പോലെ ഐഡിയ ഓഫ് ക്യാപിറ്റലും പിന്നെ ലേബറും ആണ് ഒരു കമേഴ്ഷ്യൽ വെഞ്ചറിൻ്റെ അടിസ്ഥാനമായ രണ്ട് പില്ലേഴ്സ്. അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. മാറ്റം വന്നത് കോണ്ടെക്സ്റ്റ് മാറ്റം വന്നു. പണ്ട് നമുക്കൊരു കാർ ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് സംഭവം നടത്തണമെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ലേബർ ആയിരുന്നു കൂടുതൽ, ഹ്യൂമൻ ലേബർ.
അത് ഡേ ആൻഡ് ഡേ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കൈകൊണ്ടുള്ള അധ്വാനങ്ങളാണ്. ഇപ്പോൾ അത് കുറച്ച് ഡെഫിനറ്റ്ലി പിന്നെ നോളജ് വർക്കേഴ്സിലേക്ക് മാറ്റി. അപ്പോൾ ആ ഷിഫ്റ്റ് ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. മാനുവൽ ലേബറിൽ നിന്ന് നോളജ് ലേബറിലേക്ക് ഉള്ള മാറ്റം, ആ കോണ്ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പം വേറെ സംഭവിച്ചിരിക്കുന്നത്, ഈ നോളജ് ലേബർ വന്നു കഴിയുമ്പോൾ നോളജ് ലേബർ മുഴുവൻ കുറേശ്ശെ അല്ല, വളരെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ക്ലൗഡിലേക്ക് മാറി. ക്ലൗഡിലേക്ക് മാറുക എന്ന് പറയാൻ ദെൻ അത് കഴിഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവരെ വേണ്ടാന്നുള്ള ഇതാക്കി. അതായത് ഈ ഹ്യൂമൻ നോളജ് ലേബർ വർക്കിംഗ് ഇൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ക്ലൗഡിൽ തന്നെ അപ്ലോഡ് ചെയ്യുക, ഫയൽ അപ്ലോഡ് ചെയ്യുക, പിന്നെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ US നിന്നൊരു കോൾ വന്നിരിക്കുകയാണ്, ഒരു മെഡിക്കൽ കോൾ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ റൗട്ട് ചെയ്ത് ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചിയിൽ ആൻസർ ചെയ്യുമ്പം അവർക്കിത് ക്ലൗഡിലുള്ള ഈ കസ്റ്റമറിൻ്റെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്തിട്ട് ആൻസർ കൊടുക്കാം. നിങ്ങളുടെ പേര് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാൻ മിമിക് ഇറ്റ്. ഈ കോൾ എടുക്കുന്ന ആളുടെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ +1 നിങ്ങളുടെ പേര് ഇതാണ്, +2 ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസ് കൂടെ മിമിക് ചെയ്യുക. വോയിസ് മിമിക് ചെയ്തിട്ട് ഒരു റിയൽ ഹ്യൂമൻ സംസാരിക്കുകയാണെന്നുള്ള രീതിയിലെത്തി. അപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ഈ നോളജ് വർക്കേഴ്സിനായി പോയി. അപ്പം ഞാൻ പറയുന്നത് പാത്ത്, ഈ ഡിസ്റപ്ഷൻ്റെ പാത്ത്, ദസ് ക്യാപിറ്റലിൻ്റെ റെലവൻസ് എഴുതിയ സമയത്തുനിന്ന് ഇന്ന് വരെയുള്ള നോക്കിയാൽ ആ ഡിസ്റപ്ഷൻ കോണ്ടെക്സ്റ്റ് മുഴുവൻ മനസ്സിലാക്കണം. അത് ഈ ഗോവിന്ദ മാസ്റ്റർ ശരിക്കും മനസ്സിലാക്കിയെന്ന് ഞാൻ കാണുന്നത്. അത് ഓപ്പൺ ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഡിസ്കഷൻ കൊണ്ടുവന്ന് തന്നെ വളരെ നല്ല കാര്യമാണ്. അത് എല്ലാ പാർട്ടികളും ചെയ്യണം. അപ്പൊ കേരളത്തിൽ എസ്പെഷ്യലി എല്ലാ പാർട്ടിക്കും അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവും ഇതുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ആ ഡിസ്കഷൻ വളരെ നല്ലതാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഐഡിയ ഓഫ് ലേബർ മൂവിങ് ഫിസിക്കൽ അല്ലെങ്കിൽ മാനുവൽ ലേബർ മാറിയിട്ട് നോളജ് ലേബറായി. ആ നോളജ് ലേബറിനും ഇപ്പം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, അല്ലേ? അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ക്യാപിറ്റലിസത്തിന് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും ഒരു ആദ്യമുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത വിരുദ്ധ വികാരമൊന്നും ഇന്ന് ലോകത്ത് ഇപ്പം അതുപോലെയല്ല നിലനിൽക്കുന്നത്. മുതലാളിത്തത്തിന് തന്നെ വാല്യൂ ഇല്ലാതായിപ്പോയ മുതലാളിത്തത്തിനെ കുറിച്ച് മുതലാളിത്തം തന്നെ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയുമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ വെറോഫക്കിസ് തന്നെ പറയുന്നുണ്ട്, ഇക്കാറസിന്റെ ചിറകുകളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം മറ്റൊരു പുസ്തകത്തിൽ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ആ ചിറകുകൾ ഉപയോഗിച്ചിട്ട് സൂര്യനിലേക്ക് പറക്കാൻ ശ്രമിച്ചപ്പം തകർന്ന് ഈജിയൻ സീയിൽ വീഴുന്ന ഒരു പ്രസ്ഥാനമായി ക്യാപിറ്റലിസം മാറി എന്ന് പറയുന്നത്. കാരണം അതായത് ഒരു ഉൽക്കയുടെ വേഗം ക്യാപിറ്റലിസത്തിന് വന്നപ്പോൾ, ക്യാപിറ്റലിന് വന്നപ്പം അതിന് നിയന്ത്രണമില്ലാതായിപ്പോയി എന്നുള്ളത്. അത് ശരിക്കും ആ നിയന്ത്രണമില്ലായ്മ ഒന്നുകൂടി പുഷ് ചെയ്യുന്ന തരത്തിലാണ് ശരിക്കും AI റവല്യൂഷൻ ഉണ്ടാകുന്നത്. കാരണം ക്യാപിറ്റലിസത്തിന് തന്നെയാണ് വളർച്ച. ക്യാപിറ്റലിസത്തിന്റെ ആ വളർച്ചയ്ക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിലേക്ക് അത് വളരുന്നു. അപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പം ഈ അടുത്തിറങ്ങിയ രുചിർ ശർമ്മയുടെ പുസ്തകമായാലും ശരി, എല്ലാവരും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ക്യാപിറ്റലിസത്തിന്റെ എന്താ പറയുക, അതിന്റെ തന്നെ അഡ്വക്കേറ്റ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ക്യാപിറ്റലിസത്തിന്റെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ച് വളരെ ദുഃഖിതരാണ്. രാജീവ് സുനു അത്തരത്തിൽപ്പെട്ട ഒരാളാണോ? ഡെഫിനറ്റ്ലി. അപ്പൊ ഞാൻ ഈ ക്യാപിറ്റലിസത്തിന്റെ പോക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത, ഒരു ഫ്രെയിം വർക്ക് ഇല്ല അതിന്. അത് ഹ്യൂമാനിറ്റി എങ്ങനെ ബാധിക്കുന്നുള്ള ആർക്കും മനസ്സിലാകുന്നില്ല. അതിന് 2 സൈഡുണ്ട്. നമ്മൾ ക്യാപിറ്റലിസത്തിന് കുറ്റം പറയുന്നതിൽ കൂടുതൽ ഈ ലേബർ ഫോഴ്സിന്, അതായത് എന്നും ലേബർ ഫോഴ്സിന് ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ലേബർ ഫോഴ്സിന്റെ വളർച്ച എങ്ങനെയാണ് ഈ ടെക്നോളജിക്കൽ റെവല്യൂഷൻ വന്നപ്പോൾ അതിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു വീഴ്ച പറ്റി നമുക്ക്. അപ്പോൾ എസ്പെഷ്യലി കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഈ വർക്ക് ഫോഴ്സിനെ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന ഫിസിക്കൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നോളജ് വർക്കിലേക്ക് മാറ്റും, ഈ പിന്നെ ക്യാപിറ്റലിസ്റ്റിന്റെ വളർച്ചയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിന്റെ റെലവൻസ് എഡ്യൂക്കേഷൻ സെക്ടർ മുതൽ തുടങ്ങേണ്ടതല്ലേ? എഡ്യൂക്കേഷൻ 100% എഡ്യൂക്കേഷൻ സെക്ടർ മുതൽ തുടങ്ങേണ്ട. എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടതാണ് എല്ലാവർക്കും. അത് കേരളത്തിന് അതിനുള്ള കോണ്ടെക്സ്റ്റ് ഉണ്ട്, ലിറ്ററസി ഉണ്ട്, സംസാരിക്കാൻ പറ്റും, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്. അത് ചെയ്തില്ല. അത് നമ്മുടെ ഒരു കളക്റ്റീവ് ഫെയിലിയർ ആണ്. ഞാൻ 100% നമ്മുടെ കളക്റ്റീവ് ഫെയിലിയർ ആണ്. അത് ക്യാപിറ്റലിസ്റ്റിന്റെ ഇന്റഗ്രേഷൻ നമ്മൾ കോണ്ടെക്സ്റ്റ് എടുത്താൽ നമ്മൾ ഈ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കുന്നല്ലേ. എനിക്ക് തോന്നുന്നു ആ ടാഗ് തന്നെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. ഒന്നാമത്തെ ഈ 3 ടാഗുകൾ റീഡിഫൈൻ ചെയ്യണം. കമ്മ്യൂണിസം എന്താണ്, സോഷ്യലിസം എന്താണ്, ക്യാപിറ്റലിസം എന്താണ്, കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് റീഡിഫൈൻ ചെയ്യണം.
ഇപ്പം പഴയ ഐഡിയയുള്ള ക്യാപിറ്റലിസം എന്നൊരു സംഗതിയില്ല. ഇപ്പോൾ ചൈന നോക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഏറ്റവും വലിയ മോഡൽ ഓഫ് ഗ്രോത്ത് അല്ലെ സൊസൈറ്റൽ ഗ്രോത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ 100% ഡിക്ലെയർ ചെയ്യുന്നത് ചൈനയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഓപ്പറേഷൻ എങ്ങനെയാണ്? അവർ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അലിബാബയുടെ ഫൗണ്ടർ ജാക്ക് മാ രാഷ്ട്രീയപരമായ കുറെ കമൻസുകളൊക്കെ നടത്തി ചൈനയിൽ. 2 ആഴ്ചക്കുള്ളിൽ നിർന്നുപോയത്. അലിബാബയെ പറ്റി അല്ല ജാക്മയെ പറ്റി യാതൊരു വിവരമില്ല ഒരു 3 മാസത്തേക്ക്. അപ്പോൾ ഈ ജാക്മയുടെ ഇൻഫ്ലുവൻസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവനയിലുള്ള ഗ്രോത്തിലെ ഇൻഫ്ലുവൻസ് തുടങ്ങിയപ്പോൾ ഒരു വ്യക്തി അവരത് വളരെ കാര്യമായിട്ടെടുത്തു, അത് കട്ട് ചെയ്തു. കമ്പയർഡ് ടു ദിസ് US സംഭവിക്കുന്നത്, US എലൻ മസ്ക് ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ എലൻ മസ്കിന്റെ പവർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ 2 കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ, ചൈനയിലുള്ള ഗ്രോത്ത് അലിബാബയും ജാക്മയ്ക്കും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ടിക്ടോക്കും അലിബാബയും. അതിൻ്റെ ഫൗണ്ടർ ആ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ പ്രോഗ്രസ്സിലേക്കുള്ള ഇൻഫ്ലുവൻസ് തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? അപ്പം തന്നെ കട്ട് ചെയ്തു. അമേരിക്കയിൽ സംഭവിച്ചില്ല. അപ്പൊ ഞാൻ കമൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റിന്റെ നല്ല കാര്യങ്ങളെ സംശീകരിച്ചിട്ട് മുമ്പോട്ട് പോയെന്നുള്ള ഒരു വലിയൊരു കേസ് സ്റ്റഡി തന്നെയാണ്. അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് അല്ല, ചൈന മുഴുവൻ എടുക്കണ്ട, ഷാങ്ങേ, ജിൻസോ അല്ലെങ്കിൽ ഹോങ്കോങ്ങിനടുത്തുള്ള ഏതെങ്കിലും ഒരു ടെറിട്ടറി എടുത്താൽ മതി. അതൊരു ഇപ്പം ഈവ് എന്നൊരു സ്ഥലമുണ്ട് ഷാങ്ങായി അടുത്ത്. ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ, കുറച്ച് വർഷങ്ങൾ മുമ്പാണ് പോയത്. അവിടെയാണ് ഈ സ്പെക്ടക്കിൾ ഫ്രെയിം ഉണ്ടാക്കുന്നതിന്റെ ക്യാപിറ്റൽ. ലോകത്തിലെ 95% സ്പെക്സ് ഫ്രെയിംസ് വരുന്നത് അവിടുന്ന് ഇന്ത്യൻ ആൾക്കാർ അവിടെ വന്നിട്ട് ഒരു ബ്രീഫ് കേസ് കൊണ്ടുവന്നിട്ട് സ്പെക്സ് വാങ്ങിച്ചിട്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് അവിടെ. ഒരു ബ്രീഫ് കേസ് വാങ്ങിച്ചിട്ട് പോകും, പിള്ളേർക്ക് കീഴ് വന്നിട്ട് കട തുടങ്ങാൻ ഒരു പ്രയാസമില്ല. സോ അപ്പോൾ അങ്ങനെ അവര് പിന്നെ ചൈനയ്ക്ക് പുറത്തുള്ള ക്യാപിറ്റൽ ചിന്താഗതിയുള്ള രാജ്യങ്ങളും അങ്ങനെ ഇൻഫ്ലുവൻസും അവർ ശരിക്കും പഠിച്ചു. അതിന് അവരുടെ ഇൻറ്റഗ്രേഷൻ ഉണ്ടല്ലോ, ടെക്നോളജിക്കൽ റെവല്യൂഷനും ടെലികമ്മ്യൂണിക്കേഷൻ റെവല്യൂഷനും അതുപോലെ കണക്റ്റഡ് വേൾഡ് വിത്ത് നോട്ട് ബൗണ്ടറീസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ചൈന. അപ്പൊ ഞാൻ കാണുന്നത് ഈ നമ്മൾ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസവും ക്യാപിറ്റലിസവും 3 ബക്കറ്റായിട്ട് തിരിച്ചു വെക്കാതെ കോണ്ടെക്സ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ എന്താ മാർക്സ് അല്ല ദസ് ക്യാപിറ്റലിന്റെ ഭാവിയുടെ കോണ്ടെക്സ്റ്റ് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു കവിതയായിട്ട് ഇതിനെ കൊണ്ടുവന്ന് വളരെ പവർഫുൾ ചൈന ചെയ്തതായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പം ടിക്ടോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്. കാരണം ടിക്ടോക്ക് ഡൊണാൾഡ് ട്രംപ് 2ാമത് അധികാരത്തിൽ വന്നിട്ട് ആദ്യം ഇറക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ അതിന്റെ ബാൻ പിൻവലിക്കുക ചെയ്യുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ അമേരിക്കക്കാർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒന്ന് ജീസസ് ആണ്, 2ാമത്തത് ഇസ്ലാമാണ്. ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വിനിമയം ചെയ്യപ്പെടുന്ന വാക്ക് ജീസസും ഇസ്ലാമുമാണ്. അപ്പോൾ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ് ട്രംപിന്റെ അടുത്ത് എന്ന് പറയുന്നത് ഈ നിരോധനം പിൻവലിക്കണം. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് ടിക്ടോക്ക്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉൽപ്പന്നമാണ്. അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓണർഷിപ്പിലുള്ള ഒരു ഉൽപ്പന്നമാണ് ടിക്ടോക്ക് ശരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം വെച്ചാൽ ക്യാപിറ്റലിസത്തിനെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ സ്വന്തമാക്കി അമേരിക്ക പോലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് സാമ്രാജ്യത്തിൽ തന്നെ അതിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ ഒരു ഏകപക്ഷീയമായ ഒരു അമേരിക്കൻ ക്യാപിറ്റലിസത്തിൻ്റെ സാധ്യതകൾ അസ്തമിക്കുകയും എന്നാൽ നമ്മൾ ക്യാപിറ്റലിസം ഒരിക്കലും കടന്നു ചെല്ലില്ല എന്ന് വിചാരിക്കുന്ന ചൈന പോലെയുള്ള സ്ഥലങ്ങളിൽ അതിന് കൂടുതൽ ആധിപത്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളോ അല്ലെങ്കിൽ ക്യാപിറ്റലിസമോ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്ന ലേബർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ അതിനകത്ത് ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലേബർ വരുന്നുണ്ട്. ഇപ്പം എംപ്ലോയ്മെന്റ് ഈസ് ഡെഡ് എന്നാണ് ഇപ്പം അടുത്തിറങ്ങിയ പുസ്തകത്തിന്റെ പേര്. അപ്പം അതൊരു വലിയ സീവിയറായ ഒരു സംഗതിയായിട്ട് മാറാൻ പോവുകയാണ് എന്നുള്ളൊരു ഭീതി നമ്മുടെ മുന്നിലുണ്ട്. അതായത് തൊഴിൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ കാണുന്ന തൊഴിൽ എന്നുള്ളത് നഷ്ടപ്പെടാൻ പോവുകയാണ്. എങ്ങനെയാണ് രാജേഷ് സുന അതിനെ കാണുന്നത്? കമൽ പറഞ്ഞ എക്സാമ്പിൾ ടിക്ടോക്ക് ഉണ്ടല്ലോ, അതാണ് അതിന്റെ ആൻസർ. ടിക്ടോക്കിന്റെ ലേബർ ഫോഴ്സ് എവിടെയാണ്? ടിക്ടോക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആ കമ്പനിയുടെ ലേബർ ഫോഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ചൈനയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ചൈന
the communist country produced TikTok is infiltrated into എന്താ പറയേണ്ടത് ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക. അതിന്റെ പവർ ഇരിക്കുന്ന അറിയാം. ഈ അമേരിക്കയിലുള്ള എല്ലാ ടിക്ടോക്ക് യൂസേഴ്സിന്റെ ഡേറ്റ മുഴുവൻ ഇവരുടെ കയ്യിലുണ്ട് ഇല്ലേ? ഈ ഡേറ്റയുടെ ഒരു പാറ്റേൺ എടുക്കാൻ ഒരു പ്രയാസമില്ല. അത് അതിന്റെ പവറാണ്. അപ്പോൾ ഇവർക്ക് ഈ ടിക്ടോക്കിന് അമേരിക്കൻ ഇലക്ട്രൽ മാർക്കറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പവർ, അത് അവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് മനസ്സിലാക്കി. അത് ഇരിക്കട്ടെ, പക്ഷെ ഈ പവർ അതിൻ്റെ സ്ട്രിങ് ആരുടെയിലാണ് ഇരിക്കുന്നത്. സോ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്ത ഒരു കോൺസെപ്റ്റ്, ഒരു ലോകം ശരിക്കും ഡെവലപ്പ് ചെയ്ത ചൈനയിലാണ്. അവരുടെ ഇൻഫിൽട്രേഷൻ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുള്ളൂ. അമേരിക്കൻ സൊസൈറ്റി ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പവർ സ്ട്രോങ് ആണ്. ബാൻ ചെയ്തെന്ന് പറഞ്ഞ് പിൻവലിച്ച അമേരിക്കൻ പ്രസിഡന്റ് പിൻവലിച്ചു. ഫസ്റ്റ് തിങ് ആ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പവറിൽ അദ്ദേഹം മനസ്സിലാക്കിയത്. അത് ജീസസും ഇസ്ലാമുമുള്ള വളരെ ഈസിയാണ്. ഇപ്പൊ ഇലോൺ മസ്കിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ടിക്ടോക്കില്, സോറി എക്സില്, ട്വിറ്ററിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഒന്ന് സ്വീപ്പ് ചെയ്താൽ മതി, ഏതൊക്കെ കോൺസെപ്റ്റാണ് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്നത് മനസ്സിലായി. പിന്നെ ആ ഇലക്ട്രൽ മാർക്കറ്റിന് അല്ലെങ്കിൽ കൺട്രി ഇൻഫ്ലുവൻസ് വളരെ ഈസിയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ഈ നോളജ് പവർ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസും ട്രൂ കോപ്പി ദിസ് എ പ്ലാറ്റ്ഫോം, ഇതിന്റെ ഇൻഫ്ലുവൻസ് വരുന്നത് ശരിക്കും ഇതിന്റെ മാർക്കറ്റ് എന്താന്ന് നോക്കിയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് ആ തരത്തിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റീച്ച് ഭയങ്കരമാണ്. അപ്പൊ റീപ്ലേസ്മെന്റ് ഓഫ് ലേബർ ഫോഴ്സ്, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും സോഷ്യലിസ്റ്റിലേക്ക് മാറുകയാണെങ്കിലും ഒരു ടോട്ടൽ ഡിസ്റപ്ഷൻ ആണ് ഈ പൊളിറ്റിയിൽ വരാൻ പോകുന്നത്. അതിപ്പോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ എൻട്രി ഇൻ ടു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കേസ് സ്റ്റഡിയാണ്. അവരുടെ ഇൻഫ്ലുവൻസ്, ചൈനയ്ക്ക് എന്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അമേരിക്കയിൽ, അതേ ഉള്ളൂ നോക്കേണ്ട കാര്യം. അപ്പൊ അത് ആ കോണ്ടെക്സ്റ്റ് അവർ മനസ്സിലാക്കിയിട്ട് ആ ലേബർ ഫോഴ്സ് മുഴുവൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ചൈനയിലേക്കാണ്. അതൊന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഹ്യൂമൻ നോളജ് ഫോഴ്സ് വർക്ക് ചെയ്യുന്ന കൂടുതൽ ഇപ്പൊ AI ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഡീപ് സീക്ക് അവർ AI ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഓപ്പൺ സോഴ്സിൽ എനിവൺ ക്യാൻ യൂസ് ഇറ്റ്. അപ്പൊ അവരുടെ ചിന്ത പോകുന്നത് എങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് ലേബർ ഫോഴ്സിനെ ടെക്നോളജിക്കൽ റെവല്യൂഷനുമായിട്ട് ബന്ധിപ്പിച്ച് മൂവ് ചെയ്യാന്നാണ് അവർ ഇപ്പോൾ തന്നെ നോക്കുന്നത്. ഡീപ് സീക്കിന്റെ ഇമ്പാക്റ്റിൽ അതാണ് ഏറ്റവും നമ്മൾ കാണുന്നത്. അവിടുത്തെ ലേബർ ഫോഴ്സിന്റെ മൂവ്മെന്റ് എലോങ് വിത്ത് AI മൂവ്മെന്റിലേക്ക് ഞാൻ കാണുന്നത്. അവിടെ ക്യാപിറ്റലിസത്തിന്റെ ശരിക്കും ബേസിക് വാല്യൂസ് ആയിട്ടുള്ള, അതായത് ഇപ്പം ഒരു വേജ് ലേബർ അല്ലെങ്കിൽ കൺസ്യൂമർ ഡിമാൻഡ്, ഇത് ശരിക്കും ഒരു തകിടം മറിക്കപ്പെടുകയാണ് ഇത്തരം സംഗതി. അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ? വേജ് ലേബർ ആൻഡ് കൺസ്യൂമർ ഡിമാൻഡിനെ ബാധിക്കും. കൺസ്യൂമർ ഡിമാൻഡ് കൂടുള്ളൂ, കൺസ്യൂമർ ഡിമാൻഡ് 100% കൂടുള്ളൂ. ഈ വേജ് ലേബർ ഫോഴ്സിന്റെ മൂവ്മെന്റിനെ പറ്റി പിന്നെ എനിക്ക് പറയാനുള്ളത്, ലേബർ ഫോഴ്സ് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത്. അത് എഡ്യൂക്കേഷൻ മാത്രം അതിന്റെ ഫണ്ടമെന്റൽ ആൻസർ. നമ്മൾ എഡ്യൂക്കേഷനും നോളജും ലേബർ ഫോഴ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാകും. അതാണ് പൊളിറ്റീഷ്യന്റെ കടമ. പൊളിറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി ലേബർ ഫോഴ്സിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനൊരു ക്വസ്റ്റ്യൻ ഇല്ല. അതിന് വേറെ ടു വേസ് അബൌട്ട് അത് ഡെഫിനറ്റ്ലി അവർ നറേഷൻ കൊണ്ടുവരണം. കൺസംഷൻ, കേരളത്തിന്റെ കാര്യം നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമിങ് മാർക്കറ്റല്ലേ കേരള. അപ്പൊ ഇത്രയും നല്ലൊരു ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഞാൻ പിന്നെയും കേരളത്തേക്ക് വരുന്ന, ഇന്ത്യയിലെ കേരളം ഒരു വളരെ യുണീക്ക് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ കൺസംഷൻ പവർ ഉണ്ട്. ഈ നോളജ് വർക്കേഴ്സിലേക്ക് ഈ ലേബർ ആൻഡ് നോളജ് വർക്കേഴ്സിന്റെ ആ സ്ട്രക്ചർ മാത്രം റെഡിയാക്കിയാൽ മതി. അപ്പൊ കൺസംഷൻ കൂടും. കൺസംഷൻ ബില്ല് ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞാല്, കമൽ ചോദിച്ചതിന് കൺസംഷൻ പവർ കേരളത്തിന് കൂടുകയുള്ളൂ. ലേബർ ഫോഴ്സ് ഷിഫ്റ്റ് ചെയ്യണം, അതാണ് റിക്വയർമെന്റ്. ഇപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാല്, പണ്ടൊക്കെ ഒരു കാർ ഫാക്ടറി അല്ലെങ്കിൽ ഒരു കാർ മാനുഫാക്ചറിങ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നില്ല. അത് വേണം, മെഷീൻ വേണം, വലിയ ഫൗണ്ടറി ഉണ്ടാക്കണം. ഇപ്പൊ അങ്ങനെയല്ല. കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ CKD യൂണിറ്റ്സ് ഒരു കണ്ടെയ്നറിൽ ഒരു കാർ കയറ്റി കൊണ്ടുവന്നാൽ അവർക്കൊന്നും വേണ്ട. ഒരു 5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ കമ്പോണൻസ് എല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. എല്ലാം കൂടെ അസംബിൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇറക്കാം. കാർ ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഓൺലൈനിൽ ഡിസൈൻ ചെയ്ത് കാർ ഓർഡർ ചെയ്യുക, ഡീലർഷിപ്പിന്റെ ആവശ്യമില്ല, കാർ ഡെലിവറി ചെയ്യുക. അപ്പൊ നിയർ ഷോറിംഗ് എന്നാണ് അവർ പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ അതും ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷന്റെ ഇമ്പാക്റ്റ് ആണ് അവിടെ കാണുന്നത്. ക്ലൗഡിലെല്ലാം ഇരിക്കുന്നു. ഈ വെർച്വൽ വേൾഡിൽ എല്ലാ കാറുകളും കാണാൻ പറ്റും. നമുക്ക് കാർ ഓർഡർ ചെയ്യും. കേരള എല്ലാ മാനുഫാക്ചേഴ്സിന്റെ വലിയൊരു മാർക്കറ്റാണ് കാർ കേരളത്തിന്റെ. അപ്പൊ അവർക്ക് ഇവിടെ വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ചോദ്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദ്യത്തിന് ഒരു ഉത്തരം അവർക്ക് കിട്ടേണ്ടതാണ്. എങ്ങനെയാണ് ഒരു നിയർ ഷോറിംഗ്, അവരിപ്പോൾ നിയർ ഷോറിംഗ് CKD യൂണിറ്റ്, അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ്, ഒരു കണ്ടെയ്നർ ഇട്ട് പെട്ടെന്ന് അസംബിൾ ചെയ്യുന്ന ഒരു ഫാക്ടറി കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അവിടെ ഒരു ലേബർ ഫോഴ്സ് ഉണ്ട്. ആ ലേബർ ഫോഴ്സിന് AI എന്താണെന്നും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും മനസ്സിലാക്കണം. അങ്ങനെ ഒരു ലേബർ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുത്താലാണ് എത്ര ഭംഗിയായിരിക്കും. പക്ഷെ അതും ഡോമിനേറ്റ് ചെയ്യുക ഒരുതരം AI ഫ്യൂഡലിസം തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ജയൻസ് ഉണ്ട്. ഇപ്പം AWS പോലത്തെ, അല്ലെങ്കിൽ അസൂർ, ഗൂഗിൾ, അങ്ങനെ ഒരുപാട് ജയൻസ് ഉണ്ട്. അതിനകത്തേക്ക് നമ്മളിപ്പോൾ പറയുമ്പം ഒരു കൊച്ചു കേരളത്തിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് അതിനകത്തൊരു സാധ്യതയുള്ളത്? ലേബറിന്റെ പക്ഷത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ അത് മോണോപ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ് ഈസ് ആക്ച്വലി ഇപ്പൊ ആമസോണിൽ ഏറ്റവും കൂടുതൽ ക്ലൗഡ് കപ്പാസിറ്റി ഉള്ളത്. അസൂർ എല്ലാവർക്കും ഉണ്ട്, മൈക്രോസോഫ്റ്റ്, ഇവരെല്ലാം ഈ ക്ലൗഡിലാണ് ഇപ്പോൾ കമ്പീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒരു റിയാലിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചൈനയിലേക്കാണ് പോകുന്നത്. ചൈന ചെയ്തെന്താണ്, വലിയ വലിയ ഡാറ്റാ സെന്റേഴ്സ് അവിടെ തന്നെ ഉണ്ടാക്കി. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഒരു ക്ലൗഡ് കേരളത്തിലെ ആൻസർ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി കേരളത്തിലൊരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ഗവൺമെന്റ് വെച്ച് വളരെ ഈസി ആയിട്ട് സാധിക്കും. അത് ഇവരോട് കമ്പീറ്റ് ചെയ്യാൻ എന്താണ്, ക്ലൗഡിൽ കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഡാറ്റാ സെന്റേഴ്സിന് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ കേരളം ആയിരിക്കണം. അത് ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് അതിന് ഒരു 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 ചിന്ത വേണം. ബൈ പാർട്ടിസൺ എന്താ പറയേണ്ട ഒരു അക്സെപ്റ്റൻസ് വേണം. ആ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കണം. എന്നിട്ട് കട്ട് ദ കോസ്റ്റ്. ആ ഗവൺമെന്റ് ഫണ്ടിങ് ഇനീഷ്യലൊക്കെ ചൈന എപ്പോഴും അത് ചെയ്യുന്നത്. ചൈനീസ് ഗവൺമെന്റ് ഓൾവേസ് ഒരു സ്റ്റേക്ക് എടുക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് സംഭവിക്കും. ഡീപ് സീക്ക് പോലെയുള്ള കമ്പനീസിൽ അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്, വളരെ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. $4-5 million ഡീപ് സീക്ക് പെട്ടെന്ന് അടിച്ചെടുത്തു. അതുപോലെ നമ്മളും ചെയ്യണമെന്ന് പറയാം. അതിന്റെ ആൻസർ ചൈന ഡീപ് സീക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. ആൻഡ് ദെൻ ചലഞ്ച് AI, അമേരിക്കൻ AIs. അതുപോലെ നമുക്ക് ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് വെരി ക്വിക്കലി നമ്മൾ ഈ ആമസോണിനെ ചലഞ്ച് ചെയ്യണം. ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് സ്റ്റോറേജും നമുക്ക് ഓഫർ ചെയ്താൽ പിന്നെന്താണ്? അല്ല, അതും ഞാൻ ചോദിക്കുന്നത് എഡ്യൂക്കേഷൻ തൊട്ട് തുടങ്ങണം എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതൊക്കെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും ഒരുതരം സ്കിൽ അപ്പാർട്ടൈഡ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരികയില്ലേ? കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, കാരണം വെച്ചാൽ നമ്മളെ പോലത്തെ കേരളം പോലത്തെ ഒരു സംസ്ഥാനം, കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണണം. കാരണം ഇതിനകത്ത് എപ്പോഴും ഡോമിനൻസ് ഉണ്ടാകാൻ പോകുന്നത് ഈ പറഞ്ഞ വെസ്റ്റേൺ ക്യാപിറ്റലിസത്തിന് തന്നെയാണ്. ചൈന നമുക്ക് അതിൽ നിന്നുള്ള ഒരു അങ്ങനെയല്ല എന്ന് പറയാമെങ്കിലും ആ ഒരു ഗ്രോത്തിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്കിൽ അപ്പാർട്ടൈഡ് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ കേരളത്തിനൊക്കെ കേരളത്തിനെന്നല്ല ഇന്ത്യക്ക് തന്നെ അങ്ങനത്തെ ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവും. സ്കിൽ അപ്പാർട്ടൈഡ് വളരെ ഇൻട്രസ്റ്റിംഗ് വാക്കാണ്. സ്കിൽ അപ്പാർട്ടൈഡ് ഡെവലപ്പ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അത് നമ്മൾ കാണണം ഇപ്പോഴേ. ആ വിഷൻ അതാണ് സോഷ്യോ പൊളിറ്റിക്കൽ ആൾക്കാർ കോണ്ടക്സ്റ്റിലുള്ള ആൾക്കാർ കാണേണ്ടത്. അപ്പോൾ അതിന് സ്കിൽ ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അത് കാണുന്നത് ഈ പഴയ രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ സ്ട്രക്ചർ, സ്കൂള്, +2, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, ആ കൺസെപ്റ്റ് തന്നെ റെവല്യൂഷനൈസ് ചെയ്യണം. ഈ സ്കിൽ ബേസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ്. അപ്പോൾ ഇപ്പം ചൈനയില് കോളേജിൽ പോകുന്നതിനേക്കാൾ കൂടുതലുണ്ട് ഈ ജോലി പഠിക്കുക എന്നുള്ളതാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഗവൺമെന്റ് ഇപ്പം നമ്മളുടെ കേരളം ഫുള്ളി കണക്റ്റഡ് ഓൺ വൈഫൈ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളതാണ്, എല്ലാ ആക്സസ് ഉള്ളതാണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു നോളജ് സെന്റർ സ്ഥാപിക്കാനായിട്ട് യാതൊരു പ്രശ്നമില്ല. കാരണം എന്താണ്, ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ കളക്ടറേറ്റിന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ എല്ലാ പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ അതുപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ട്രാൻസ്ഫോം ചെയ്യണം. അതല്ലാതെ പഴയ രീതിയിലല്ല ഇടണം. അല്ലെങ്കിൽ എല്ലാ ഗസ്റ്റ് ഹൗസിൽ എത്ര കിടക്കുന്നത്, PWD ഗസ്റ്റ് ഹൗസിൽ എത്ര കിടക്കുന്നത്, അതുപോലെ സ്ഥലങ്ങളിൽ എന്താ ചെയ്യേണ്ടത്, ഒരു നോളജ് സെന്ററും ഹബ് സെന്ററും ആകണം. എന്നിട്ട് ലേബർ ഫോഴ്സിന് ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ചെയ്യണത് ഇപ്പൊ കമൽ പറഞ്ഞ പോലെ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ പറയുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ഡിസ്റപ്റ്റീവ് ചേഞ്ചസ് ഉണ്ടാവണം. അതിപ്പം NITയിൽ പഠിക്കുക അല്ലെങ്കിൽ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുക എന്നുള്ള വെറുതെ പോയി സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കൂടുതൽ ഈ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് പഠിക്കുക,
സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ വില പണി അറിയാന്നുള്ളതാണ്. അത് വരുന്നില്ല ഇവിടെ. ഇവിടെ ഇപ്പോൾ എത്ര എഞ്ചിനീയറുകളാണ് അടച്ചിടക്കുന്നത് സീറ്റ് ഇല്ലാതെ. അത് കാരണം അവർ കാണുന്നില്ല. ഗവൺമെന്റ് അവരോട് ഒരു ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് പ്രസന്റ് ചെയ്യുന്നില്ല. ഇത് ചെയ്യേണ്ടത് ഡിഗ്രി കൊടുക്കുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കണം, ആർട്ടിഫിഷ്യൽ നിന്ന് പഠിപ്പിച്ചിട്ട് അതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ആശാന്മാരാകേണ്ട ആവശ്യം അതാവുന്നില്ല. ആ റെവല്യൂഷനാണ് ഞാൻ പറയുന്നത്. ഈ നമ്മളിത് സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാധ്യതയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ക്ലൗഡ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വലിയ വരവാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ നേരിട്ടിപ്പം അനുഭവിച്ചറിയുന്നില്ല. അതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പലപ്പോഴും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ലേബർ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം വലിയ തൊഴിൽ നഷ്ടം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്നതാണ് അത് പ്രവചനങ്ങൾ പറയുന്നത്. അത് എന്തൊക്കെ മേഖലയിലായിരിക്കും ആദ്യം ഈ ക്ലൗഡ് ക്യാപിറ്റലിസം നമ്മളെ തൊഴിൽ രഹിതരാക്കി മാറ്റുന്നത്? ഫസ്റ്റ് ഞാൻ കാണുന്ന ഇവിടുത്തെ എല്ലാ കോൺടാക്ട് സെന്റേഴ്സ്, അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. എന്ത് പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും രണ്ട് ബേസിക് കാര്യങ്ങൾ. ഒന്ന് UI യൂസർ ഇന്റർഫേസ്, രണ്ട് യൂസർ എക്സ്പീരിയൻസ് UI ആൻഡ് UX. ഈ ക്ലൗഡ് ക്യാപിറ്റലിസം ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സംഭവം UI ആയ. UI എന്ന് പറയുന്ന സംഭവം, യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന സംഗതി ഈ AI ക്ലൗഡ് ക്യാപിറ്റലും അത് സോളോ ഇറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കറക്റ്റാണ്. ഒരു കടയിൽ നമ്മൾ പോവാണ്, അല്ലെങ്കിൽ ഒരു ആമസോണിലെ ഒരു കോൾ സെൻറ്റർ വിളിക്കുകയാണ്. അതാണ് നമ്മുടെ യൂസർ ഇന്റർഫേസ്. കടയിൽ പോയി നമ്മൾ ഒരു പാക്കറ്റ് പഞ്ചസാര വാങ്ങിക്കുകയും ആമസോണിൽ ഒരു പാക്കറ്റ് ഇത് ഓർഡർ ചെയ്യുന്നു. ഇതിൻ്റെ യൂസർ ഇന്റർഫേസ് ഒന്ന് കടയിലുള്ള ഷോപ്പ് അസിസ്റ്റന്റുമായിട്ടുള്ള, ഇത് മറ്റേത് നമ്മൾ പിക്ചറെല്ലാം കാണുകയാണ്. ഈ കടയുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ കൺസ്യൂമറിൻ്റെ എല്ലാ പ്രൊഫൈലും കിട്ടിക്കഴിഞ്ഞു. എനിക്ക് ഏത് വിധത്തിലുള്ള പഞ്ചസാരയാണ് വേണ്ടത്, ഞാൻ എപ്പോഴാണ് വാങ്ങിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ കൺസ്യൂം നടക്കുന്നത് അവരുടെ കയ്യിലുണ്ട്. അത് ഈ ഇവിടെയുള്ള ഈ കടയിലെ ഷോപ്പേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതാണ്. നമ്മൾ കയറി ചെന്നാൽ മതി, പറയൂ പോലും വേണ്ട ഇന്ന് തിങ്കളാഴ്ചയല്ല നമ്മൾ പഞ്ചസാര തീർന്ന് എനിക്കറിയാം, അത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അത് വേണം. അത് ക്ലൗഡിലായി കഴിഞ്ഞു. ഞാനിപ്പോൾ കാലിക്കറ്റിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൺഡേ രാവിലെ ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. എൻ്റെ ഒരു 2-3 ആപ്പിന് ഞാൻ പാരഗൺ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 10:30 മണിക്ക് ബ്രഞ്ച് കഴിക്കുന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പം തന്നെ അവർക്ക് എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാർ ബൂസ്റ്റ് ചെയ്യാം, ഞാൻ ഹോട്ടലിൽ നിന്ന് പോകുന്ന സമയം ബൂസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത് ഈ പാറ്റേൺസ് ഉണ്ടല്ലോ, ഈ ക്ലൗഡ് ഏറ്റെടുക്കാൻ പോകുന്ന UI യൂസർ ഇന്റർഫേസ് കംപ്ലീറ്റ്ലി ഇല്ലാതാകും. അതൊന്ന്. പിന്നെ പറയുന്നത് യൂസർ ഇന്റർഫേസ്, പിന്നെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ആ യൂസർ എക്സ്പീരിയൻസ് ഇവർ ഈ ശരിക്കും പറഞ്ഞാൽ ലേബർ ഫോഴ്സിന് വളരെ കുറച്ച് ഇതേ ഉള്ളൂ, എന്താ പറയണ്ടേ, റോളേ ഉള്ളതിൽ. ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഒരു കണ്ടന്റ്, നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ്, ട്രൂ കപ്പിൽ വരുന്നതിൻ്റെ ക്ലിപ്പ് ഇന്റർഫേസ് ഉണ്ട്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എക്സ്പീരിയൻസ് അവരുടെ അല്ലേ. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ ക്ലൗഡിന് മനസ്സിലാക്കാൻ പറ്റും. എത്ര എൻഗേജ്മെന്റ് എത്രയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ്, അല്ലെ കടയിൽ പോയി ഒരു മാഗസിൻ വാങ്ങിച്ചു, മലയാളം മനോരമയുടെ ഒരു പത്രം അല്ലെങ്കിൽ ഏതും വാങ്ങിച്ചൊരു കണ്ടന്റ് വാങ്ങിച്ച് പോയി, അവർക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മളുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. പക്ഷെ മനോരമ ഓൺലൈനിൽ പോവാണ്, അനലിറ്റിക്സ് മുഴുവൻ കിട്ടും. സോ UIയും UXും തകരുകയാണ്. ആ ഡിസ്റപ്ഷൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ എന്താ പറയണ്ട ചിന്താഗതിയാണ് വേണ്ടത്. അല്ല, ഈ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത് അത് വലുതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇപ്പം നമ്മളത് അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പം നമുക്ക് മാത്രമല്ല, ഇപ്പം ഈവൻ ഇപ്പം നമുക്കറിയാതെ ഇപ്പം ഒരു വീക്കിലിക്കകത്ത് എത്ര പേര് ഒരു കഥ വായിച്ചു നമുക്ക് ഒരിക്കലും, ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്, അത് എത്ര പേര് വായിച്ചു എന്നുള്ളത് നമ്മളുടെ ഒരു ഏതാണ്ടൊരു മനക്കണക്കാണ്. ഇത്ര കോപ്പി പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര പേര് വായിച്ചിരിക്കുന്നുള്ളത്. പക്ഷെ നമുക്കിവിടെ ഇപ്പം ഓൺലൈനിൽ നമ്മളൊരു സ്റ്റോറി ഇടുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് അത് ആരൊക്കെ വായിച്ചു, എന്ത് ഡിവൈസ് ഉപയോഗിച്ച് വായിച്ചു, ഏത് സമയത്ത് വായിച്ചു, ഏത് രാജ്യത്തിരുന്ന് വായിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഒരു എത്ര സമയമെടുത്ത് വായിച്ചു എന്നൊക്കെയുള്ള മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം ഇത് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന ഒന്ന് രണ്ട് കാര്യങ്ങൾ, കാരണം നമ്മുടെ ലേബർ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന്, ഫ്രീലാൻസ് ജോബ് എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടി വരും. അത് കൂടി വരുന്ന സമയത്ത് നമ്മളീ പറഞ്ഞ ലേബർ അല്ലെങ്കിൽ സംഘടനകൾ അതിൻ്റെ വേജ് അല്ലെങ്കിൽ അതിൻ്റെ സംഗതികൾ ഒക്കെ തന്നെ മറയുന്നൊരവസ്ഥ വരും.
കാരണം ഈ അത്തരത്തിലുള്ളൊരു ലേബറാണല്ലോ വരാൻ പോകുന്നത്. ഫ്രീലാൻസ് ലേബർ എന്നുള്ളത് വളരെ കൂടി വരും, അല്ലെങ്കിൽ ഷോർട്ട് ടേം ലേബർ എന്നുള്ള അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഈ പെൻഷൻ പറ്റുക അല്ലെങ്കിൽ ഒരു നിരന്തരമായ ജോലി സാധ്യതകൾ എന്നുള്ള അവസ്ഥയൊക്കെ ഈ ഭയങ്കരമായിട്ട് തകർക്കുകയില്ലേ? അതെങ്ങനെയായിരിക്കും? അതിന് എന്തായാലും AI വരുന്നത് കൊണ്ട് ജോലി ഇല്ലാണ്ടാവും എന്ന് പറയുന്നതിന് അർത്ഥമല്ല. കാരണം AI വേണമെങ്കിലും ജോലി വേണമല്ലോ. അപ്പം ഈ ഒരു പാരഡോക്സ് ഇല്ലേ അവിടെ? അതെങ്ങനെയാണ് നമുക്കത് അതിനെ എങ്ങനെയാ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇത് വെച്ച് തന്നെ എങ്ങനെയാണ് ഡെറൈവ് ചെയ്ത് പറയാൻ പറ്റുക? കമൽ പറഞ്ഞ നല്ല എക്സാമ്പിളാണ്. ഞാൻ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ എയർപോർട്ടിലെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പത്രങ്ങൾ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. എല്ലാ ഹിന്ദുസ്ഥാൻ ടൈംസ്, എക്കണോമിക് ടൈംസ് എല്ലാം കിടപ്പുണ്ട്, ഫ്രീ ആയിട്ടിരിക്കുക. എടുത്തിട്ട് നമ്മൾ എടുക്കുകയില്ലോ എന്നൊന്നും അറിയില്ല, അവിടെ എല്ലാം രാവിലെയും വൈകിട്ടും എല്ലാം അങ്ങനെ ഫുള്ളായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് അവർ കൂട്ടുന്നത് നമ്മുടെ സർക്കുലേഷൻ 10 മില്യൺ ഉണ്ട്, ആരെങ്കിലും എടുത്ത് വായിച്ചോ? പക്ഷെ അവരുടെ ഓൺലൈൻ റീഡിങ്ങിൽ കറക്റ്റായിട്ട് അറിയാം ആരെന്ത് വായിച്ചത്. അപ്പം അതാണ് എൻ്റെ ഇവരെ ഈ സർക്കുലേഷന്റെ കോപ്പി എത്ര സർക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റുകാരുടെ ബുക്ക് ചെയ്യുന്നത്. അതിന് യാതൊരു കഥയില്ല, അത് ഫേക്കാണ്. ആ സർക്കുലേഷൻ വളരെ ഫേക്കാണ്. ശരി സർക്കുലേഷൻ എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് നോക്കേണ്ട അനലിറ്റിക്സിലാണ്, കറക്റ്റ്. അത് അവർ ചെയ്യുന്നില്ല. അല്ല, ഇത് കൊണ്ടുവരുന്ന മാറ്റങ്ങളെ അപ്പം നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടണമെന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ചെറിയ ലേബർ വരുന്നു, ഒരു സ്ഥിര ജോലി എന്നുള്ള സങ്കല്പം. അത് ഞാൻ മീഡിയനെ കുറിച്ചല്ല പറയുന്നത്, സ്ഥിര ജോലി എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഇല്ലാതാവുകയാണ്. കാരണം വെച്ചാൽ ചെറിയ ജോലികൾ, ഫ്രീലാൻസ് ജോലികൾ, ഇപ്പോൾ ഒരു സ്ഥാനത്തിന് വേണ്ടി ഒരാളെ ഹയർ ചെയ്തിട്ട് നമുക്ക് ജോലി ചെയ്യിപ്പിക്കും. AI ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണത് അത്. പക്ഷെ അത് നമുക്കൊരു തൊഴിലവകാശം എന്നൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ ഇനി ഒരു അവിടെയാണ് പിന്നെ ഈ എന്താ പറയുക ലെഫ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ വലിയ ക്രൈസിസിൽ നിൽക്കാൻ പോകുന്നത്. കാരണം എങ്ങനെയാണ് ഇവിടെ ഒരു ഇത്തരത്തിലുള്ള ചെറു ജോലികൾ, ഷോർട്ട് ടൈംഡ് ആയിട്ടുള്ള ജോലികൾ, അങ്ങനെയുള്ള ജോലിക്കൊക്കെ ഒരു വേജ് മാർക്കറ്റ് തന്നെ മാറിപ്പണിയാണ്. അപ്പൊ അതെങ്ങനെയാണ് ആ ക്രൈസിസിനെ നേരിടാൻ പറ്റുക? മാനുവൽ ലേബർ നമുക്കിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മാനുവൽ ലേബറും പണ്ട് നോളജ് വർക്കിംഗ് ലേബറും. മാനുവൽ ലേബർ നോക്കിയാൽ ഇപ്പൊ കേരളത്തിൽ എംപ്ലോയ് ചെയ്യുന്ന മാനുവൽ ലേബർ ഇപ്പം ഒരു കൃഷിപ്പണി തുടങ്ങിയിട്ട് വീട്ടുജോലി, കൃഷിപ്പണിയും വീട്ടുജോലിയും നമുക്ക് നോക്കാം. അത് സാധാരണ ഒരു ഗ്രാമങ്ങളിലൊക്കെ അതാണല്ലോ. അതെങ്ങനെ ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്ന നോക്കാം. ഇപ്പം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പാഡി ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കോക്കനട്ട് ഫാം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെ മാറിയിട്ടുണ്ട്? തെങ്ങേറ്റം എന്ന് പറയുന്ന പണ്ട് ഒരാൾ കയറി ഇറങ്ങായിരുന്നു, ഇപ്പൊ മെഷീൻ ഉണ്ട്, വളരെ പെട്ടെന്ന് സംഗതി കഴിയും. അപ്പൊ അത് ആ മെഷീൻ കൊണ്ടുവരികയും ആ മെഷീന്റെ എഫിഷ്യൻസി കൂട്ടുകയാണ്. പിന്നെ എങ്ങനെയാണ് അതിന് മാനുവൽ ലേബർ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ മെഷീനിൽ ഒരു റോബോട്ട് ഇത് വെച്ചിട്ട് തെങ്ങിട എന്നുള്ള റോബോട്ടിക്സിന്റെ വളരെ ഈസി ആയിട്ട് വരും. അതുപോലെ ഡ്രോൺസ് വന്നു കഴിഞ്ഞു, കീടനാശിനികളുടെ മുഴുവൻ ഡ്രോൺസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ആ മാനുവൽ ലേബർ മാർക്കറ്റിൽ തന്നെ ഭയങ്കര ഡിസ്റപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയമായ പ്രബുദ്ധതയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഈ മാനുവൽ ലേബർ ഗ്രൂപ്പിലും ആ ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞു. അത് എംബ്രേസ് ചെയ്യണം നമ്മളൊന്ന്. അത് എംബ്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിന് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കണം. തെങ്ങുകയറ്റം മുതലായിട്ട് കൃഷിപ്പണിയിലും വീട്ടുജോലികളും. വീട്ടുജോലി എത്ര കുറഞ്ഞു? എല്ലാ വീട്ടിലും കേരളത്തിലെ ഒരുപാട് വീട്ടിലെല്ലാം ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എല്ലാം ആയി കഴിഞ്ഞു. അപ്പൊ ആ മാനുവൽ ലേബർ അവിടെയും ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ലേബർ ഫോഴ്സിന്റെ കൊടുക്കാനുള്ള നെറേറ്റീവ്, ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞു, എങ്ങനെയാണ് അവരെ ലിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ കേരളത്തിലെ ആ ലേബർ ഫോഴ്സ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയി വരും. അത് മനസ്സിലാക്കണം. അതിന് പകരം നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് തന്നെ ഇതര സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളെ മാനുവൽ ലേബറിലേക്ക് പുഷ് ചെയ്യുക. കാരണം ഇവിടെയുള്ള ആൾക്കാർ അത് എടുക്കുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കാണേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ലേബർ ഫോഴ്സിനെ, ഞാൻ സംസ്ഥാനത്തിന്റെ അതിലുള്ള പറയുന്നതല്ല, എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നുള്ള. പിന്നെ നോളജ് വർക്കേഴ്സ്, പിന്നെ അടുത്ത് പറഞ്ഞ നോളജ് വർക്കിംഗ് ഫോഴ്സിൽ AI വന്നിട്ട് ഒരുപാട് യൂസർ ഇന്റർഫേസ് മുഴുവൻ ഇല്ലാതാക്കിയാണ്. അത് അവർ മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് ഈ ക്ലൗഡിലേക്ക് നോളജ് വർക്കേഴ്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റെക്കഗ്നേഷൻ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പഴയ കാലത്ത് ഒരു ആർട്ടിസ്റ്റിനോട് ഒരു ചിത്രം വരച്ചു തരാൻ പറയുകയാണ്. 1957 അല്ലെങ്കിൽ 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഉണ്ടായ സമയത്ത് കേരളത്തിലെ സംഭവം എന്തായിരുന്നു വരച്ചെടുത്താൽ വരയ്ക്കാൻ കുറച്ച് സമയം എടുക്കും. 10,000 രൂപ 20,000 രൂപ ഒരു ആർട്ടിസ്റ്റ് വരച്ചെടുത്ത് വിചാരിച്ചു. ഇത് മൈക്രോസോഫ്റ്റ് ഇമേജ് ക്രിയേറ്ററിൽ ഈ നറേറ്റീവും കൊടുത്താലുണ്ടല്ലോ ഒരു 50 ഇത് വരും.
അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റ് ഈ ടെക്നോളജിയോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതെ, ആർട്ടിസ്റ്റിന് ആ പ്രോഡക്റ്റ് ഉൽപ്പാദിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അവിടെയാണ് ഹ്യൂമൻ ഇന്റലിജൻസും കൂടെ വരുന്നത്. കോണ്ടെക്സ്റ്റ് മാറ്റാൻ പറ്റും. അതിലാണ് ഇന്റഗ്രേഷൻ വരുന്നത്, അല്ല വാല്യൂ അഡീഷൻ വരുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒറ്റ സെന്റൻസ് പറഞ്ഞാൽ AI-യും UI എന്ന് പറയുന്ന സംഭവം, യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന സംഭവം, യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിലും എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി, അത് കണ്ടന്റ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഫിസിക്കൽ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ചെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഹ്യൂമൻ എലമെന്റ് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഇപ്പോഴത്തെ നോളജ് വർക്ക് പറഞ്ഞു കൊടുക്കണം. സോ അവിടെയാണ് അവരുടെ വാല്യൂ അഡീഷൻ വരുന്നത്. ആ ഡെൽറ്റ AI ജനറേറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ്, അല്ലെ AI ജനറേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്, AI ജനറേറ്റ് ചെയ്ത ഒരു കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെയർ ആയിക്കോട്ടെ, ഒരു എന്തോ ആയിക്കോട്ടെ, അതിന്റെ കൂടെ ഒരു ഹ്യൂമൻ ടച്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ആ ഹ്യൂമൻ ടച്ച് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഗുണം? കാരണം അതും AI-ക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഹ്യൂമൻ ടച്ച് കൊണ്ടുവന്ന അവിടെയാണ് ഡിഫറൻസ്. ആ ഡെൽറ്റ ഉണ്ടല്ലോ, യുണീക്ലി ഡിഫറെന്റ് ആയിരിക്കണം. ആ യുണീക്ലി ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ AI വിൽ ക്രിയേറ്റ്, ഇപ്പോൾ ഒരു ഒരുപാട് നമുക്കൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ, ഒരു കാർ എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിനായിക്കോട്ടെ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞു, ഫ്ലോറിലെത്തി, അത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ പർട്ടിക്കുലർ കസ്റ്റമറുടെ ഒരു പ്രിഫറൻസ് റിസർച്ച് മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ചെറിയ കാര്യമായിരിക്കും. എന്തെങ്കിലും ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്യാമറ അവിടെ കൊടുക്കുക, കാരണം വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെൻസർ കൊടുക്കുക, ഓവർടേക്കിംഗ് സെൻസർ, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ഇന്ററാക്ഷനിലേ കിട്ടുള്ളൂ. അതൊരു വാല്യൂ അഡീഷൻ ആണ്. അത് AI-ക്ക് ചെയ്യാൻ പറ്റാത്തൊരു വാല്യൂ അഡീഷൻ ഒരു ഹ്യൂമൻ ഇന്റർഫേസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതായിരിക്കും നമ്മുടെ ഡിഫറൻസിയേഷൻ. അവിടെയാണ് കേരളത്തിന്റെ പവർ ഞാൻ കാണുന്നത്. ഡൈവേഴ്സ് ആണ് ഇവിടുത്തെ. ഇപ്പൊ എങ്ങനെ നോക്കിയാലും AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ട ആദ്യത്തെ സംഭവം ഡേറ്റയാണ് വേണ്ട. ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കും. ആ പാറ്റേണിലാണ് അവരുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ഇന്റർഫേസ് വന്നാൽ അങ്ങനെയുള്ള ഒരു പാറ്റേൺ മാത്രമല്ല ഒരു കൺസ്യൂമറിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ കൂടെ ഒരു ഡെൽറ്റ, ആ ഡെൽറ്റയാണ് വാല്യൂ അഡീഷൻ സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെന്റ്. ഈ ഡാറ്റ ആസ് ക്യാപിറ്റൽ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തടഞ്ഞു നിർത്താനാവാത്ത വിധം വേഗത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുവരുന്ന മോണോപ്പൊളൈസേഷൻ, അത് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന വലിയ ഡിഫറൻസ്, ഇതിനൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് ലേബർ മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവായ ഒരു ഭാവിയാണോ ഈ മാനുവൽ ലേബർ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ലേബർ എന്ന് പറയുന്ന സംഗതിക്ക് വരാൻ പോകുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ ഈ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകും. സൊസൈറ്റിയിൽ ഒരു സിമ്മറിങ് ഫ്രസ്ട്രേഷൻ, ഒരു ഭയങ്കരമായിട്ടൊരു ടെൻഷനായിരിക്കും വരാൻ പോകുന്നത്. അതിന് പകരം ഈ AI ഉണ്ടാക്കാൻ പോകുന്ന ഡിസ്റപ്ഷനും ചേഞ്ചസും എന്താണെന്ന് മുൻകൂട്ടി കണ്ടിട്ട് ഉള്ള ചേഞ്ചസ് വിഭാവനം ചെയ്താലുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പിന്നെ ഞാൻ കേരളത്തിലേക്ക് വരുന്നത്, എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് ആണ്, ഇത്രയും എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, എഡ്യൂക്കേറ്റഡ് പൊളിറ്റീഷ്യൻ എല്ലാ പാർട്ടികളിലും. അപ്പം എനിക്കൊരു തിയറി ഉണ്ട്. കാരണം എന്ത് ഓപ്പർച്യൂണിറ്റീസ്, ലോകത്തിലെ എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഒരേ ഒരു കാര്യം ചെയ്യുന്ന ഒരു കുട്ടി, ഡെവലപ്പ് ആൻഡ് ലേൺ അതർ ലാംഗ്വേജ്. നമ്മുടെ ഏറ്റവും വലിയ ഗുണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണം, നമ്മളെല്ലാം മൾട്ടിലിംഗ്വലാണ്. നമുക്ക് പലതരം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഒരു ഹ്യൂമൻ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ്. കാരണം നമുക്ക് മലയാളത്തിൽ ചിന്തിക്കാനും, ഇംഗ്ലീഷിൽ സംസാരിക്കാനും, ഇംഗ്ലീഷിൽ ചിന്തിക്കാനും, ഫ്രഞ്ചിൽ സംസാരിക്കാനുള്ള കഴിവുകളുണ്ട്. ആ സ്ട്രെങ്ത് ഒരു AI-ക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പ്രോഡക്റ്റൈസ് ചെയ്യണം, ബോട്ടിൽ ചെയ്യണം. അതാണ് നമ്മുടെ ജീനി ഇൻ ദ ബോട്ടിൽ. അത് സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ രാഘവൻ MP പറഞ്ഞ ഐഡിയയെ പറ്റി, അതിന്റെ ഇമ്പാക്റ്റിനെ പറ്റി ആലോചിച്ച് ഒരു ലാംഗ്വേജ് ലാബ് ഉണ്ടാകണം. എന്ത് ലാംഗ്വേജ് പഠിക്കാനും ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇവിടെ വന്നാൽ മതി. 2 മാസത്തിനുള്ളിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ പഠിക്കാം. അതിന്റെ ഗുണം എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയും തുറന്നിരിക്കുകയാണ്, അല്ലേ? അപ്പൊ അത് AI-ക്കൊന്നും ഒരു തരത്തിലും എന്താ പറയേണ്ടത്, കോപ്പി ചെയ്യാൻ പറ്റാത്ത ചിന്ത. AI ഇപ്പൊ നമുക്ക് ഒരു ക്ലാസ് ചെയ്യാൻ ഒരു എന്താ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്, പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെ പറ്റി AI ചെയ്യാൻ പറ്റില്ല. ആ യുണീക്നെസ് കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. I'm answering your question. ഞാൻ എൻ്റെ ചോദ്യം വീണ്ടും ഇതിലേക്ക് തന്നെ വരികയാണ്. കാരണം ഈ ലേബർ മാർക്കറ്റ് ഡിസ്റപ്ഷൻ അത് നമുക്ക് കേരളത്തിൽ
ഒരു ആസന്ന ഭാവിയിൽ എനിക്ക് തോന്നുന്നു വലിയ ക്രൈസിസ് ആയിട്ട് തന്നെ വരാൻ പോകുന്നുണ്ടെന്ന്. കാരണം വെച്ചാൽ അത്രയും IT പ്രൊഫഷണൽസും ഈ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് താരതമ്യമില്ലാത്ത രീതിയിൽ തന്നെ വളരെ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഈ AI ഇൻവേഷൻ അതെങ്ങനെയാണ് നമ്മളെ പെട്ടെന്ന് ബാധിക്കാൻ പോകുന്ന രംഗങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇപ്പോൾ തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കേരളം യുണീക്കാണ് കമൽ പറഞ്ഞാൽ. ഒന്നാമത് കേരളത്തിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് ലേബർ, അപ്പം എല്ലാവർക്കും ഇപ്പം UP-യിലുള്ള ഒരു ലേബർ ഫോഴ്സിൻ്റെ ആവറേജ് എക്സ്പെക്ടേഷൻ കേരളത്തിലെ ഒരു ലേബർ ഫോഴ്സിൻ്റെ ആവറേജ് എക്സ്പെക്ടേഷൻ ഒരുപാട് വ്യത്യാസമുണ്ട് ഇല്ലേ? അവരുടെ സങ്കല്പങ്ങൾ തന്നെ എന്താണ്, എൻ്റെ ലേബറിനുള്ള വാല്യൂവിൻ്റെ കൺസെപ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊന്നാമത് മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. എല്ലാ സംഭവം ആദ്യം കോണ്ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് ഇതാണ്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവർക്കും ഇൻ്റർനെറ്റ് ഉണ്ട്, ഫുൾ 100% ലിറ്ററസി ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം എന്താണ് ലോകത്തിന് മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്നുള്ളത്. അതൊന്ന്. അപ്പോൾ ഈ ലേബർ ഫോഴ്സിന് എങ്ങനെയാണ് നമ്മൾക്ക് സ്കില്ലപ്പ് ചെയ്യാൻ പറ്റുന്നത്? അപ്സ്കില്ലിംഗ് ഓഫ് ദ ലേബർ ഫോഴ്സ് ആണ് അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത്. അത് നടത്തണമെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം. ഒന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ആ റെക്കഗ്നേഷനാണ് വരേണ്ടത്. പിന്നെ ആ റെക്കഗ്നേഷൻ വന്നിട്ട് ഇപ്പം ട്രംപിൻ്റെ ഒരു വിജയം, അദ്ദേഹം പറഞ്ഞു ഞാൻ പബ്ലിക് സർവീസിലെ 50,000 ജോലികൾ വന്ന ഉടനെ കട്ട് ചെയ്യുന്നു പറഞ്ഞു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കട്ട് ചെയ്യുന്നു പറഞ്ഞു. അത് അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇൻഎഫിഷ്യൻസി ആയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ജോലിയിൽ മുഴുവൻ ഉണ്ടല്ലോ ക്ലൗഡിലേക്ക് മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കണം. അവിടെയാണ് മസ്ക് ബാക്ക് നിന്നിട്ട് എലൻ മസ്ക് കണ്ടത്. അപ്പം നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു നറേറ്റീവോ അല്ലെങ്കിൽ ഒരു ഐഡിയ കൊടുക്കുമ്പോൾ അത് ഇലക്ട്രലി സെയിലബിൾ ആയിരിക്കണം ഒന്ന്. പക്ഷെ അതിന്റെ ബാക്കിൽ ഇനി എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള ആലോചിക്കണം. ഈ 50,000 ആൾക്കാർക്ക് പബ്ലിക് സർവീസിലുള്ള ഇപ്പോൾ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ആൾക്കാരെ മാറ്റിയാൽ നമുക്ക് എഫിഷ്യൻസി കൂടുമെന്നുള്ള നറേഷൻ കൊണ്ടുവരേണ്ടത് ഇത് അപ്സ്കില്ല് ചെയ്ത് ക്ലൗഡിലേക്കോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറാൻ പോവുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഷോർട്ട് ആൻസർ ഇതാണ്. ടെക്നോളജി റെവല്യൂഷനും ഡിസ്റപ്ഷനും മസ്റ്റാണ്. അത് നമുക്ക് ഒരു തരത്തിലും തടുക്കാൻ പറ്റില്ല. നമ്മുടെ കോണ്ടെക്സ്റ്റ് ഇതാണ്. കേരളത്തിലെ കോണ്ടെക്സ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ് മറ്റ് സംസ്ഥാനങ്ങളെ രാജ്യങ്ങളെ അപേക്ഷിച്ച്. മൾട്ടിലിംഗഡ് ആൾക്കാർ, എല്ലാ റിലീജിയൻസും ഉണ്ട് ഇവിടെ, എല്ലാ തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു യുണീക്ക്ലി ഡിഫറെൻറ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ നമ്മളിപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ ട്രംപിൻ്റെ പല നിലപാടുകളും കേരളത്തെയും ഡയറക്റ്റായിട്ട് ബാധിക്കും. കാരണം എടുക്കുന്ന പല നിലപാടുകൾ. അപ്പോൾ ഉദാഹരണത്തിന് ക്യാപിറ്റലിസത്തിൻ്റെ ഗ്ലോബൽ പ്രയോറിറ്റീസ്, ഹയറാർക്കീസ്, ഇതൊക്കെ ട്രംപ് മാറ്റം വരുത്തുന്നുണ്ട്. അത് കേരളത്തിലും വരും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ നമ്മൾ പറയുന്ന AI റവല്യൂഷൻ നമ്മൾ നടത്താൻ നോക്കുമ്പോൾ ഈ ലേബർ സിറ്റുവേഷനിൽ തന്നെ ഒരുതരം ഓൺഷോറിങ്ങിന് കൂടുതൽ പ്രസക്തിയുള്ള സംഗതിയിലേക്ക് കൊണ്ടുപോവാണെങ്കിലോ ക്യാപിറ്റലിസം, അങ്ങനെയാണെങ്കിൽ അത് വൻ തിരിച്ചടിയായിരിക്കില്ല കേരളത്തിനൊക്കെ വരുന്നത്. അതെ, അത് പറ്റും. ഇപ്പം ഓൺഷോറിംഗ് എന്ന് പറയുന്നത് ഓൺഷോറിംഗ് അത് തന്നെ. ഓഫ് ഷോറിംഗ് ഓൺഷോറിംഗ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ കോൾ സെന്റേഴ്സ്, അമേരിക്കയുടെ കമ്പനീസ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നതോടെ അമേരിക്കയിലെ ഒരുവിധ കമ്പനികളുടെ കോൾ സെന്റേഴ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? അത് യൂസർ ഇന്റർഫേസ് ആണ്. അതിന്റെ കോർ യൂസർ ഇന്റർഫേസ് ആണ്. അമേരിക്കയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയോ അല്ല ബാങ്കോ അല്ലെ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ നമ്മൾക്ക് കോൾ റൗട്ട് ചെയ്ത് ഇവിടെ വരുന്നു. അപ്പോൾ അവർക്ക് $25 $30 പെർ അവർ കൊടുക്കേണ്ടതിന് പകരം ഇവിടെ നമുക്ക് $5 $10 പെർ അവർ കൊടുത്തിട്ട് എംപ്ലോയ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ സംഭവം. അത് കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ജോസഫോ മാത്യു അല്ലെങ്കിൽ ശബരിയോ അല്ലെങ്കിൽ പാപ്പച്ചനോ സംസാരിക്കുന്നത് അതേപടി മിമിക് ചെയ്തിട്ട് അവിടെ AI സംസാരിക്കും. അവരും വിചാരിക്കുമോ ഇന്ത്യൻ ആക്സിഡന്റിലുള്ള ഒരാൾ തന്നെ ഇന്ത്യയിൽ ഇരിക്കുകയാണെന്ന് അവർക്ക് ഒരു ഭാവനയും കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഡിസ്റപ്ഷൻ 100% ഷുവറാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ക്ലൗഡ് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്നത് മാത്രം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ആ അമേരിക്കയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും? അതിനുള്ള ഏറ്റവും വലിയ ആൻസർ ടിക്ടോക്കാണ്. ടിക്ടോക്ക് എൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ലേബർ ഫോഴ്സും ആ കമ്പനിയുടെ മുഴുവൻ ഇരിക്കുന്നത് അമേരിക്ക പുറത്താണ്. അമേരിക്കയിൽ കുറച്ചുണ്ട്. അടുത്തത് ആപ്പിൾ ഫോണിന്, ആപ്പിൾ ഐഫോണിന് $1,000 വിൽക്കുന്ന ഒരു ഐഫോണിന് വൺ ഓഫ് ദ മോഡൽ, ഏത് മോഡൽ എടുത്താലും അതിൻ്റെ മാനുഫാക്ചർ ഫോക്സ്കോം ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുക.
അതിന്റെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് എത്രയാണെന്നറിയാം? ചൈനയിലെ $10. ആ $10 അവരെ ഉണ്ടാക്കിയിട്ട് ബാക്കി $900 $980 $990 കോസ്റ്റ് മറ്റ് സ്ഥലങ്ങളിൽ അമേരിക്കയിലും ഒക്കെ അവർ ബുക്ക് ചെയ്യാണ്. മാർക്കറ്റിംഗ് കോസ്റ്റ് തന്നെ അവിടെ അമേരിക്കയിൽ ഒരു 50-60% കൂടുതൽ $1000 ബുക്ക് ചെയ്തിരിക്കുന്നത് കോർപ്പറേറ്റിലാണ്. അപ്പൊ അങ്ങനെയാണ് അവർ വിജയിക്കുന്നത്. അപ്പൊ ആ വാല്യൂ ചെയിനിൽ ഈ ഒരു പ്രോഡക്റ്റ് A to Z എന്ന് പറഞ്ഞ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ വാല്യൂ ചെയിനിൽ നമ്മൾ എവിടെ കയറി നിൽക്കുമെന്ന് നോക്കിയാൽ മതി. കേരളത്തിന് എവിടെ കയറി നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതിന്റെ ഡിസൈൻ സൈഡിൽ, അതിന്റെ മാർക്കറ്റിംഗ് സൈഡിൽ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ എങ്ങനെ കയറി നിൽക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം സംശയമില്ല. ലോകത്തിലുള്ള എല്ലാ കമ്പനീസും അവർക്കറിയാം ചൈനയിൽ കയറുന്ന, ചൈനയുടെ ഗ്രോത്തും ആയിക്കഴിഞ്ഞ് ചൈന മാർക്കറ്റ് ഇസ് എ വെരി മാർക്കറ്റ്. അവർക്ക് ഒരുപാട് കൺസംഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇവിടെയുള്ള എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പവർ? നമ്മുടെ കൺസംഷൻ പവർ അല്ലേ. അപ്പൊ കൺസംഷൻ പവർ നമ്മുടെ കയ്യിലുണ്ട്. ഐഫോൺ വാങ്ങിക്കാനുള്ള, പിന്നെ കാർ വാങ്ങിക്കാനുള്ള, എല്ലാ പ്രോഡക്ട്സ് വാങ്ങിക്കാനുള്ള പവറുണ്ട്. ബ്രാൻഡ്, വളരെ ഫേമസ് ആയ ബ്രാൻഡ് വാങ്ങിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ആ കൺസ്യൂമർ പവർ മനസ്സിലാക്കിയിട്ട് ഈ വാല്യൂ ചെയിനിൽ നമ്മൾക്ക് എവിടെ കയറി നിൽക്കാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ കാർ വിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുന്നത് നമ്മളാണിത്. എൻഡ് കസ്റ്റമർ ഇന്റർഫേസിൽ നമ്മളാണ് പൈസ കൊടുക്കുന്നത്. എന്നിട്ട് ആ വാല്യൂ ചെയിനിൽ കൂടെ കയറി പോകുന്നത്. അപ്പോൾ ഈ വാല്യൂ ചെയിനിൽ കയറി പോകുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലേബർ ഫോഴ്സിനെ ഇവിടെയൊക്കെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, പിന്നെ ഒരു ഡീഫെമിലറൈസിങ്, അതാണ് എൻ്റെ വാക്ക് പറയുന്നത്. ഡീഫെമിലറൈസ് വിത്ത് പഴയ കാര്യങ്ങളെ പറ്റി, പിന്നെ അതിൽ ഡിറ്റാച്ച് ചെയ്യണം. കൺവെൻഷണൽ മോഡൽ എഡ്യൂക്കേഷൻ ഡിറ്റാച്ച് ചെയ്താൽ മാത്രം പോരാ. ഇവിടെയുള്ള ആൾക്കാരെ, ഇവിടെയുള്ള ജനങ്ങളെ അൺഫെമിലർ അല്ല, ഡീഫെമിലറൈസ്, ഡീകപ്പിൾ ചെയ്യണം പഴയ ഐഡിയാസ് എന്ന്. അതിലാണ് നമ്മുടെ വിജയിക്കാൻ പോകുന്നത്. ഐഡിയ ഓഫ് വർക്ക്, രാവിലെ എണീറ്റിട്ട് കൂട്ട് സൂട്ടിട്ട് 9 മണിക്ക് ബൈക്കിൽ കയറി പോകുന്നുള്ള ആ കൺസെപ്റ്റ് ആദ്യമേ മാറണം. എങ്ങനെയാണ് വാല്യൂ അഡീഷൻ കമ്പനികൾ, അല്ല പിന്നെ ലോയൽറ്റി. ഇവിടെ എല്ലാ ആൾക്കാരെ സാർന്ന് വിളിക്കണം, അല്ലെങ്കിൽ രാവിലെ ഒന്ന് ഓഫീസ് വന്ന് നിന്നിട്ട് എന്നാ നമ്മുടെ ബോസിനോട് വളരെ നന്നായിട്ട് സംസാരിച്ച് ബോസിന്റെ ബുക്കിൽ വളരെ നന്നായിട്ടിരിക്കുക എന്നുള്ള ഐഡിയ ഓഫ് ലേബർ, അത് മാറണം. വർക്ക് ഔട്ട്പുട്ട്, എങ്ങനെയാണ് വർക്ക് ഔട്ട്പുട്ട് വീട്ടിലിരുന്നാലും കഫേലിരുന്നാലും ലോകത്തിന് എവിടെ ഇരുന്നാലും ആ കൺസെപ്റ്റ് തന്നെ ഇങ്ങോട്ട് വരണം. അപ്പോൾ അമേരിക്കയിലുള്ള കമ്പനിക്കാരൻ മനസ്സിലാണ്. ആലപ്പുഴ ഒരു കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു, ആർട്ടിസ്റ്റാണ്. ഒരേ ഒരു കാര്യം ചെയ്യുള്ളൂ, ആഴ്ച 3 ദിവസം വർക്ക് ചെയ്യുള്ളൂ. ഈ സ്റ്റോറി ബോർഡ് എങ്ങനെയോ അദ്ദേഹത്തിന് ഹോളിവുഡിലുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് കണക്ഷൻ കിട്ടി. അപ്പോൾ ഒരു സ്റ്റോറി കൊടുക്കും. അപ്പോൾ ഈ ഫിലിം സ്റ്റാർസിനൊന്നും വായിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് സ്റ്റോറി ബോർഡാണ് കാണുന്നത്, വരച്ചു കൊടുക്കും. ഒരു സ്ലൈഡിന് $5, വളരെ ലാഭമല്ല അവർക്ക്. അപ്പോൾ അവൻ്റെ ഗുണം എന്താ? അവന് ഇഷ്ടംപോലെ ഹോളിവുഡ് സിനിമകൾ കാണുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, ഐഡിയ മനസ്സിലാക്കി, എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന, മാർക്കറ്റിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കി, എമ്പതി വിത്ത് മാർക്കറ്റ് മനസ്സിലാക്കി. അത് വലിയൊരു സ്കില്ലാണ്. അത് ഹ്യൂമൻ ബ്രെയിൻ ആണ്. അത് കേരളത്തിലെ കുട്ടികൾ മാത്രമേ പറ്റുള്ളൂ, കാരണം അവർക്ക് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഒരു സ്ലൈഡിന് $5 വെച്ചിട്ട് ഒരു 10 സ്ലൈഡ് ഒരു ദിവസം, അങ്ങനെ 30 സ്ലൈഡ് നോക്കിയിട്ട് തീർന്നില്ല ഒരാഴ്ചത്തെ. അവിടെയാണ് എഫിഷ്യൻസി വരുന്നത്.